മൂത്ത് കിട്ടിയാൽ മാത്രമേ ഇത്തിരി മുളക് പൊടി ഇടുള്ളൂ. കുരുമുളക് ചതച്ചാണ് ഇട്ടേക്കണേ, പൊടിച്ചല്ല. ഞാനേ അപ്പുറം പോയിട്ടാണ് വയറ് കംപ്ലൈന്റ് അപ്പൊ ഗുളിക വേണമെന്ന്. അപ്പൊ ഞാൻ നോക്കിപ്പോയി കാണാനില്ല. പോയി മേടിച്ചിട്ട് പോയി മഞ്ഞപ്പൊടിയാണ്. അല്ല മഞ്ഞപ്പൊടിയല്ല, മഞ്ഞപ്പൊടി. ഇപ്പൊ മേടിച്ചിട്ടില്ല തീർന്നുണ്ടാവും. അപ്പൊ ഈ നമ്മളില്ല അത് തീർന്നില്ല. മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാ മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ടുണ്ട്. മല്ലിപ്പൊടി അധികം ഇങ്ങനെ കറി വെക്കുമ്പോ ഇടാൻ പാടില്ല, കുറച്ച് ഇടാൻ പാടുള്ളൂ. ഒരു ഇതിന് വേണ്ടിട്ട്, ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിട്ട്. പേപ്പറിടാനുണ്ട്. എത്ര ആഴ്ച മാസം ഞാൻ തുടങ്ങിയതില്ലേ 75 പേപ്പർ. ഞാൻ നിർത്തിയപ്പില്ലേ എന്റെ പേപ്പർ 3 പേര് എടുത്തി. അല്ല എത്ര അന്ന് എന്തോ ഒരു പേപ്പറിന് 75 പൈസ എന്തായാലും കൊടുക്കും. ഭാര്യക്ക് കാശ് കൊടുക്കണം. ഭാര്യക്ക് 1.25 കിട്ടും. അല്ല ഏകദേശം എത്ര കിട്ടും ഒരു മാസം ആവശ്യമില്ല. മാസം എനിക്ക് അന്ന് 10,900 കിട്ടിയിരുന്നു. മാസം 900 മാസം അന്ന് 900 കിട്ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ മണിക്കോ അത്രയും കാശ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പേപ്പറുകളായിട്ടാ മൊത്തത്തില് ഒരു ലാസ്റ്റ് ഞാൻ പേപ്പർ ഇടാൻ പോണതില്ലേ, ഞാൻ അത് പേപ്പറുകളിൽ നിർത്തി കഴിഞ്ഞപ്പോ 3 പേർക്കായിട്ടാണ് കൊടുക്കേണ്ടി വന്നത്. അവർക്ക് അത് തന്നെ പറ്റണില്ല. എനിക്ക് ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞപ്പോ ഒരു 300 ചില പേപ്പറായിരുന്നു. അത് വെളുപ്പിന് 5:30 പോയിട്ട് പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അതിന്റെ ഉള്ളിൽ സപ്ലിമെന്റും നോട്ടീസും ഒക്കെ തിരികെ വെച്ച് എന്റെ തലയിലും പൊക്കത്തിന് ബാക്കിലുണ്ടാവും 3 സഞ്ചി 4 സഞ്ചി 2 ഹാൻഡ്മ തൂക്കിയിടും. റെഡിമെയ്ഡ് സൈക്കിളായിരുന്നു. കൊട്ടയില് ഒരു 3 കാലുണ്ട്. ബസ്സുകാരും എടുക്കണില്ലേ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ടൈമൊക്കെ അവർക്ക് അറിയാവുന്ന നേരം അവിടെ ചവിട്ടി നിർത്തും. വെന്ത് ബ്രേക്ക് ഇല്ലാണ്ട് ഒടുക്കത്ത പോകല നമ്മള്. ഏഴിക്കര ഒരു ഏരിയ മുഴുക്കനും ഉണ്ട്. ഇടിമൂല എന്ന് പറയണ അവിടെ നിന്നില്ലേ, കുണ്ടേക്കാവ് പാലത്തിന്റെ ഇപ്പറം വരെ പാലം കേറി ഇറങ്ങണം. ആ പാലം കേറി ഇറങ്ങണ തന്നെ അവിടെ തന്നെ ഉണ്ട് കുറെ. ഒരു ദിവസം ഞാൻ അത് നമ്മ പെരുമ്പടന്നിലേക്ക് പോണത്. ചെറിയ പാലം. ചെറിയ പാലം ഈ അടുത്ത് പുതുക്കി പണിത്. അവിടുന്ന് കിഴക്കോട്ട് പോയപ്പോ ഒരു തവണ എനിക്കൊരു പണിയും കിട്ടി. ഞാൻ കണ്ടില്ല കേട്ടാ, പക്ഷെ ഞാൻ അതിന്റെ അടി കൂടെ പോവുകയും ചെയ്തു. ആ പുഴയുള്ള പരത്തിമ ഒരാൾ തോന്നിട്ട് ഞാൻ അതിന്റെ തൊട്ടടി കൂടെ പോയി. തിരിച്ചു വന്നപ്പോഴും ഞാൻ അറിയുന്നത് തൊട്ടടി കൂടെ ഞാൻ പോയത്. വേപ്പില ഇട്ടിട്ടില്ല, അത് വേറെ പരിപാടി. പാലത്തിന്റെ കിഴക്കേ സൈഡില് ഞാനാ മറ്റേ ഇതൊക്കെ ഇറങ്ങി ഐസ് പ്ലാന്റില്ലേ, ഐസ് പ്ലാന്റിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി അങ്ങോട്ട് ആ വഴി കൂടെ ഒക്കെ പോണം. ആ വഴി പാടം വരെ പോണം. ആ പുഴയുടെ സൈഡിൽ കൂടെ ഞാൻ പോയി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ തിരിച്ചു വന്നപ്പോ ആൾക്കാർ കുടിക്കള്. ഞാൻ സൈക്കിളിൽ സൈക്കിളിൽ ചവിട്ടി നിർത്തിയാൽ എന്താണ് സംഭവം വെച്ചപ്പോ ഒരാൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ലല്ലോ. അപ്പൊ ഞാനത് പെട്ടെന്ന് ഇതായി പോയി. പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് പേപ്പർ ഇടാൻ പോകാൻ പറ്റണ. ലാസ്റ്റ് ആ പുള്ളിക്ക് പേപ്പറിന്റെ ഓണർ കൊണ്ടേ പേപ്പർ ഇടാൻ തുടങ്ങി.
പേപ്പറിന്റെ ഓണർ അറിയാൻ പാടില്ല ഏതൊക്കെ വീട് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പേപ്പറാണ് എന്തൊക്കെയാണ്. തക്കാളി കൂടി ഇട്ട് തകർക്കുകയാണ്. അവിടെ ഒരാളും എന്നെ കുറെ പ്രാവശ്യം തീർന്നുണ്ട് കേട്ടോ, പേപ്പർ സമയത്തെത്താത്തത്. സമയത്തെത്താൻ ആ ഞാൻ ചെല്ലണ റൂട്ട് വിളിക്കാൻ എനിക്ക് പേപ്പർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് ക്യാൻസലാവും, ചിലത് ഒരെണ്ണം ക്യാൻസലാക്കി കഴിഞ്ഞാൽ മൂന്നെണ്ണം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ കൊണ്ട് ഒറ്റപ്പെട്ടില്ലാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എടാ എനിക്ക് വീടൊന്നും അറിയാൻ പാടാ. ഞാൻ പറഞ്ഞു വാ 2 ദിവസം വാ എന്റെ കൂടെ, ഞാൻ വീടൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. പുള്ളിക്ക് വരാൻ നേരില്ല മുതലാളി, ഞാൻ തന്നെ ഒറ്റ കിടന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് 3 പേര് നിൽക്കുന്നത്. അതിനൊന്ന് പൊടിയാക്കി പൊടിയാക്കി പേപ്പറെ പൊടിയായിട്ട് പിന്നെ എന്ത് പറയാനാണ്. പിന്നെ വീട്ടിലെ പപ്പടപ്പണി കാര്യങ്ങൾ ഈ പേപ്പറിച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മരപ്പണി പഠിക്കാം. മരപ്പണി പഠിക്കാം. അല്ല പപ്പടപ്പണി ഈ പേപ്പർ ഇല്ല, ഞാൻ തലേ ദിവസം ഇതൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കും. എന്നിട്ട് പേപ്പറിട്ട് വരുമ്പോ 7:30. അത് കഴിഞ്ഞ് ഈ സാധനം പിട്ടിടിച്ച് അപ്പോഴത്തേക്ക് അച്ഛൻ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് വന്ന് ബാക്കിയുള്ളത് ഇടിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ മരപ്പണി പഠിക്കാൻ പോയിരുന്നു. പിട്ടുണ്ടാക്കി അത് ഇതാക്കിക്കൊണ്ടു. അമ്മയും ചേച്ചിയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂടി പരത്തും. പരത്തണത് ഭയങ്കര റിസ്ക്കാണ്. പരത്തുന്നത് റിസ്ക് ഒന്നുമില്ല. അത് റൗണ്ടായിട്ട് തന്നെ വരണ്ടേ, കറക്റ്റ് റൗണ്ടായിട്ട് വരില്ല, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കും. ഞങ്ങൾ പരത്തി തന്നെയാണ് എടുക്കുന്നത്. അല്ല സാധാരണ കട്ട് ചെയ്തെടുക്കാറില്ലേ നമ്മ ചപ്പാത്തി വരച്ചൂടെ കട്ട് ചെയ്തെടുക്കും. അത് പക്ഷെ ഞങ്ങൾ കട്ട് ചെയ്യാറില്ല. ഞങ്ങൾ കട്ട് ചെയ്യാറില്ല. വീട്ടില് അങ്ങനെ കട്ട് ചെയ്തെടുക്കില്ല, പരത്തി തന്നെ എടുക്കും. കറക്റ്റ് റൗണ്ടാക്കി എടുക്കും. റിസ്ക് അല്ലേ അത് ചെയ്ത് ശീലം വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ ഈ ചപ്പാത്തിന്റെ മറ്റേ കൂടുതൽ പുറത്ത് വെച്ച് മസ്കറിൽ വെച്ച് ചെയ്തിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പണിയായിരുന്നു. ആദ്യമൊക്കെ മറ്റേ ഇന്ത്യയുടെ ഭൂപടം പോലെ ഇന്ത്യയുടെ ആഫ്രിക്കയുടെ ഞാൻ ലാസ്റ്റ് പരത്തി പരത്തി ശരിയായി, കൊറേയൊക്കെ ശരിയായി, കൊറേ പൗതിയൊക്കെ ശരിയായി. പുളിയും ഉണ്ട് നമ്മുടെ ഏകദേശം ഇനിയിപ്പോ തിളച്ചാൽ മതി. തിളച്ചിഞ്ഞ മീൻ ഇട്ടാൽ മതിയാ. ഇത്തിരി കൂടി വെള്ളമാക്കണം. തിളച്ച് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തിളക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. തിളക്കി വരുമ്പോ ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ. തിളച്ചാൽ ഉപ്പ് നോക്കിയിട്ട് രക്ഷയുള്ളൂ. ബത്തേരി നില പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. അങ്ങാട് പോകുമ്പോ സമയം കുറവും, ഇങ്ങാട് വരുമ്പോ അങ്ങാട് പോകുമ്പോ സമയം കൂടുതൽ. അത് കറക്റ്റാണ്. കാരണം ഇന്ന് ഞങ്ങൾ അപ്പൊ അങ്ങാട് പോകുമ്പോഴേക്കും സമയം കുറവാണ്, കാരണം സമയം കൂടുതൽ വരും. അങ്ങാട് പോയപ്പോഴേക്കും ഇന്ന് 8:30 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 9:30 കഴിഞ്ഞിട്ടില്ല. നമ്മടെ 8:30 ഞങ്ങൾ 9:30 ചേട്ടാ ഒരു കാര്യം, നിങ്ങൾ ഇന്ന് ഇല്ല പറഞ്ഞാ ഞങ്ങൾ അവിടെ 5:45 പണി നിർത്തുള്ളൂ. നിങ്ങളുള്ള കാരണം ഇന്ന് നേരത്തെ നിർത്തി. ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. നാളെ അങ്ങനെ ആയിരിക്കില്ല. ബത്തേരി വരുമ്പോ ചിലപ്പോ 7 മണിയാവും.
എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരുന്നു. വാച്ച് മറന്നുപോയി. ആ സാധനം ഞാനുണ്ടല്ലോ ഇവിടെ. അല്ല എവിടെയാണ് വെച്ചേക്കും? സെൽഫിന്റെ മേലെ വെച്ച്. സെൽഫിന്റെ മുകളിൽ അതൊക്കെ കറക്റ്റ് ആയിരിക്കും ഞാൻ. അല്ല കൊറേ ഇത് ഒരു വൈകുന്നുണ്ടല്ലോ ഇവിടെ. വേറെ ഒരു വൈകും അതാരും താൻ പറഞ്ഞത്. അതിന് താൻ പറയാം. ഞങ്ങളെ മൂന്നുപേരും ഇവിടെ ഇപ്പുണ്ട്. താൻ അതാ ഒരു കുറങ്ങനുണ്ടല്ലോ അത് ഞങ്ങളാരെങ്കിലും ഉദ്ദേശിച്ചു. അയ്യോ ഇല്ല. ഓ നമ്മളാരും എത്ര വെള്ളം കുടിച്ചാലും നല്ല സന്തോഷമായിരിക്കുന്നു. ഞാൻ രാവിലെയും കഴിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എന്റെ മേലെ ഇല്ല. അതില്ല. അത് സത്യം. ഞാൻ രാവിലെ അന്ന് കിടക്കുന്നത് ഒഴിച്ച് ബാക്കി തന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ല. അത് ആരാണെന്ന് ഇപ്പോഴും പിടുത്തമായിട്ടില്ല. അയ്യോ അത് ഞാൻ ചെയ്യും. എനിക്ക് ആ സമയത്തൊന്നും ഓർമ്മയില്ല. ഞാൻ വൈകുന്നേരം ഫുള്ള് വെള്ളം കുടിക്കും. അതല്ല അത് ആദ്യം ചെയ്ത അത് കൺഫേം ചെയ്യാൻ താനും മറ്റേ താനും അണ്ണനും മാത്രം ഉണ്ടായുള്ളൂ. താനും അണ്ണനും മാത്രം കടുവ ഞാൻ ഒരു പേര് വെച്ചിട്ടുണ്ട്. കടുവ ഇപ്പൊ വരും. താനും അണ്ണനും മാത്രമേ ഉള്ളൂ. പിന്നെ താരാണ് ഞങ്ങളില്ല. അതായത് നിങ്ങൾ ബീവറേജത്തെ മൊത്തം സാധനം കൊണ്ടുവന്നാലും ഞാൻ കഴിച്ചാലും ഒരേ മരി നിൽക്കും. അതായത് കിടക്കൂല. അത് ഞങ്ങൾക്കറിയാല. അവിടെ നിങ്ങൾ ബീവറേജിന് മലയാളിക്ക് ഫോൺ ചെയ്ത് കൊടുക്കാൻ ഇരിക്കുമോ? മുതലാളി വിളിച്ചോണ്ടിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ പറയും കഴിക്കും. പക്ഷെ പോട്ടെ. പണി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു സൗണ്ടോ അവര് പറയുന്ന പണി ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. അതിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എന്റെ പേരിൽ വരില്ല. ഈ 3 മാസമായിട്ടും എനിക്ക് വന്നിട്ടില്ല. അവരെന്നെ കൊണ്ട് പണിയും പറയില്ല. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്റെ പുറകെ നടക്കണ്ട. ഇല്ല. ആ 2 പട്ടകൾ നടക്കും. പട്ടാകം 2 ചേച്ചിമാര്. 2 ചേച്ചിമാര് തനിക്കൊരാൾക്ക്. എനിക്ക് 2 ചേച്ചിമാര് താങ്ങാനുള്ള ആരോഗ്യം എനിക്കില്ല. അല്ലെന്ന് ഇവിടെ ഞങ്ങൾക്ക് 3 പേര് കൂടി പാവപ്പെട്ട് തനിക്ക് ഒരാൾക്ക് 2 പെണ്ണുങ്ങൾ പരിക്കും കൂടി തരാനുണ്ട്. അത് ഞാന് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞ അക്ഷരം ഞാൻ അവനെ കൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് ഞാനേ മറ്റേ എംസെന്റ് ഇടും. ഞാനേ സിമെന്റ് കൊണ്ടുവരും. ഞാനേ കളിക്കും. അല്ല ഇതൊക്കെ താൻ ചെയ്യും. 2 പെണ്ണുങ്ങൾ അവിടെ താനപ്പം അത് എന്റെ തെറ്റല്ലോ. അല്ലെന്ന് ഈ 2 പെണ്ണുങ്ങൾ അവിടെ പണിക്കണ്ട്. ഇയാള് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇയാൾ കൂട്ടുന്നാണ് ഇയാള് പറയുന്നത്. അപ്പൊ ഈ 2 പെണ്ണുങ്ങൾ എന്തിനോ അത് എന്റെ തെറ്റാണ്. അല്ല 2 പെണ്ണുങ്ങൾ എന്റെ കൂടെ പഠിക്കണ്ട് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ 2 പെണ്ണുങ്ങളല്ലേ ഈ പരിക്കും കൂട്ടി തന്നെ. ഞാൻ പരിക്കും കൂടി കൊടുക്കും. അവര് കൊണ്ടുവന്ന് തരും. 2 പേരുടെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി മാത്രം. അപ്പൊ അവിടെ വേറെത്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അയ്യോ ഏത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായത്? ഇവര് 2 വേറെ 2 ചേച്ചിമാരും വേറൊന്നുണ്ട് കാര്യം കേട്ടോ. വേറെ 2 ചേച്ചിമാർ ലീവാണ്. അവര് നാളെ വരും. അപ്പൊ താ പണി കൊടുത്ത എല്ലായിടത്തും പെണ്ണുങ്ങളെ മാത്രം. ഞങ്ങൾ അയ്യോ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സുമേഷ് മുത്തു മതി. ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട. പെണ്ണുങ്ങൾ വന്നപ്പോ ഞങ്ങൾ റിജക്ട് ചെയ്യുന്നു. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മുത്തന്നെ പിന്നെ സുനിവായും വരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഇതുമാതിരി മുത്തുകളിയാണ് ഇഷ്ടം. അങ്ങനെയല്ല. അതായത് അവര് വരുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കുറച്ച് തമിഴ് അറിയുന്ന കാര്യം ഞാൻ അവര് പറയുന്ന പണി നമ്മൾ ചെയ്യണം. അത്ര തന്നെ. നമുക്ക് പെണ്ണുങ്ങള് ഞങ്ങൾ റിജക്ട് ചെയ്തേക്ക്. ഞങ്ങൾക്ക് വേണ്ട. അയ്യോ കൊഞ്ചം തമിഴ് തെരിയും. കുറച്ചുമല്ല പിള്ളേർ തെറിയും എനിക്ക്. അപ്പൊ അത് കാരണം
പിന്നെ ഉടേക്കുലോടത്തിൽ മുതലാളിക്ക് അയച്ചു കൊടുക്കണ്ട എന്റെ പണി കളിയില്ല അങ്ങനൊന്നുമില്ല താമസിക്കുന്നു അങ്ങനൊന്നും ചെയ്യുന്നില്ല. ചെറിയ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യൂല. ചെറിയ ചെറിയ ഇത് പോയോ അല്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ വരുന്നല്ലാണ്ട് വേറെ മുതലാളി കഴിച്ചു പണിയില് അത് എന്നിട്ട് എടുത്ത് ലിങ്ക് എടുത്ത് മറ്റേ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പൊ എന്താണെങ്കിൽ മുതലാളി വേറെ കണ്ടോളൂ. അവിടെ പണിക്ക് വന്നിട്ട് തോന്നിയോ മുളകുപൊടി ഇന്ന് മേടിച്ചിട്ടുണ്ടോ? മുളകുപൊടി ഇത് മസാല ഇട്ടിട്ടില്ല. ഈ മസാല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇരിപ്പുണ്ടായിരുന്നോ? കുറച്ച് മാറിട്ട് ഞാൻ ഇങ്ങനെ വെക്കാം. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ തളച്ചു വന്നത്. എല്ലാ ഇതിട്ടറിഞ്ഞ ഞാൻ തിന്നണല്ലേ ഒരു ചെറിയൊരു ചെങ്ങ ഇത്തിരി ആ തക്കാളി വാടാൻ വേണ്ടിട്ട് മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു തള വന്നു കഴിഞ്ഞപ്പോ ഞാൻ